ശരി, അപ്പോൾ നമ്മൾ ഈ വാർത്താ ദിനം ആരംഭിക്കുമ്പോൾ ആദ്യം തന്നെ പോകുന്നത് കോഴിക്കോട് ഇലത്തൂരിലേക്കാണ്. കാരണം ഇന്നലെ ഇലത്തൂരിലെ ഈ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഒരു ഇന്ധന ചോർച്ച, ചെറിയതല്ല വലിയൊരു ഇന്ധന ചോർച്ച ഉണ്ടായി. ആ ചോർച്ചയിൽ ഇന്ന് ഇപ്പോൾ സംയുക്ത പരിശോധന നടക്കുന്ന ദിവസമാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡ്, ഒപ്പം ദുരന്ത നിവാരണ അതോറിറ്റി, ആരോഗ്യവകുപ്പ് ഇവരെല്ലാം സംയുക്തമായി പരിശോധന നടത്തും. സംഭരണ കേന്ദ്രത്തിന്റെ സുരക്ഷ പരിശോധിക്കാനുള്ള വിദഗ്ധ സംഘവും ഇന്നെത്തുന്നുണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ എലത്തൂരിലെ HPCL സംഭരണ കേന്ദ്രത്തിൽ നിന്ന് ജനവാസ മേഖലയിലെ ഓടകളിലേക്ക് ഡീസൽ ഒഴുകിയെത്തിയത്. കോഴിക്കോട് നിന്ന് രമ്യ ദാസ് ഉണ്ട്. രമ്യ, ഗുഡ് മോർണിംഗ്. ഈ ഇന്നലെ വലിയ ഇന്ധന ചോർച്ചയായിരുന്നു, ജനങ്ങളുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ നാളുകളായി ഈ പ്ലാന്റ് പ്രവർത്തിക്കുന്നത് അനധികൃതമായിട്ടാണെന്ന് പോലും ഇന്നലെ നമ്മളോട് പ്രതികരിച്ച പലരും പറയുകയുണ്ടായി. അപ്പോൾ ഇന്നിപ്പോൾ സംയുക്ത പരിശോധന നടക്കുന്ന ദിവസമാണ്. മേഖലയിൽ ആളുകൾ ഇപ്പോഴും പ്രതിഷേധമാണോ, അതോ ഇന്നത്തെ ഒരു സ്ഥിതിഗതികൾ എങ്ങനെയുണ്ട്? ഇന്നലെ ഓടയിലൂടെയൊക്കെ ഈ വലിയ രീതിയിൽ ഈ ഡീസൽ ഒഴുകുന്നുണ്ടായിരുന്നു. അത് ജലാശയങ്ങളിലേക്കൊക്കെ എത്തുമെന്നൊരു ആശങ്ക കൂടി ജനങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണ്? നിലവിൽ ഇപ്പോൾ ഇവിടെ പുറത്തേക്ക് ഒഴുകിയ ഡീസൽ പൂർണ്ണമായും നീക്കം ചെയ്യാനായി എന്നാണ് ഇപ്പോൾ അധികൃതർ നമ്മോട് വ്യക്തമാക്കുന്നത്. ഇപ്പോഴും ഇവിടെ തന്നെ ബാരലുകളിൽ ഇത്തരത്തിൽ പുറത്തേക്ക് ഒഴുകിയ ഡീസൽ ഇവിടെ ഒഴുകി മാറ്റിയ ബാരലുകളാക്കി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് മലിനീകരണ നിയന്ത്രണ ബോർഡ്, അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റി, ആരോഗ്യവകുപ്പ് എന്നിവയുടെ സംയുക്ത പരിശോധനയും ഇവിടെ നടക്കും. കൂടാതെ തന്നെ ഈ സംഭരണ കേന്ദ്രത്തിന്റെ സുരക്ഷ പരിശോധിക്കാനുള്ള വിദഗ്ധ സംഘവും ഇന്ന് ഇവിടെ എത്തുമെന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഓവിച്ചാലിലെത്തിയ ഡീസൽ ബാരലുകളിലേക്ക് എടുത്തു മാറ്റിയത് പൂർണ്ണമായും മാറ്റാനായി എന്ന് അധികൃതർ വ്യക്തമാക്കുമ്പോഴും ഇപ്പോഴും ഇവിടെ ഈ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. അതായത് ഈ ബാരലുകളിലേക്ക് മാറ്റിയ ഡീസൽ ഇവിടെ നിന്ന് മാറ്റുന്ന പ്രക്രിയ അല്പം മുമ്പ് വരെ ഇവിടെ നടന്നിരുന്നു. ഇവിടെ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇവരോട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്ന് ചോദിക്കാം. ചേട്ടാ ഇത് ഇന്നലെയാണല്ലോ ഈ സംഭവിച്ചത്. എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത്? ഞങ്ങൾ അറിയാമെന്ന് പറഞ്ഞാണെങ്കിൽ അവിടെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വർക്ക് നടക്കുന്ന സമയത്ത് ഇതിലെ ആളുകൾ പോകുമ്പോൾ ചെറിയ രീതിയിൽ കണ്ട്, അപ്പോൾ പിന്നെ വന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ വെള്ളം ഇതിങ്ങനെ വരാൻ തുടങ്ങിയതാണ്. നോക്കിയതാണ്, അവിടെ പോയി കംപ്ലയിൻറ്റ് ചെയ്തു. പക്ഷെ ആരും വന്നിട്ടൊന്നുമില്ല. ഇതിന് മുന്നേ ഇങ്ങനെ സംഭവിക്കാറുണ്ടോ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നല്ല സ്മെല്ല് അങ്ങനെയാണോ നിങ്ങൾ തിരിച്ചറിഞ്ഞത്? നല്ല തിരിച്ചറിയാൻ പ്രയാസമാണ്. കാരണം ഇവിടെ വേഗം വന്നു കഴിഞ്ഞാൽ സ്മെല്ലുകൊണ്ട് ചിലപ്പോൾ തലകറങ്ങി വീഴുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് കംപ്ലയിൻറ്റ് എടുക്കുമ്പോൾ ആൾക്കാർ അന്വേഷിക്കാൻ വരും, പിന്നെ ഒരു വിവരം കിട്ടില്ല. അങ്ങനെയാണ് ഈ പ്രദേശത്തെ ഓവുകളിലെല്ലാം ഈ ഡീസലിൻ്റെ വ്യക്തമായി നമുക്ക് കാണാമായിരുന്നു ഡീസൽ ഉണ്ട് എന്നുള്ളത്. ഇവിടം വരെ, ഇവിടുന്ന് അങ്ങോട്ട് അവിടം വരെ, എൻ്റെ വീടിന് മുമ്പിൽ തോട് വരെ ഉണ്ടായിരുന്നു. ഇത് ജലാശയങ്ങൾക്ക് കലർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയോ അല്ലെങ്കിൽ അങ്ങനെ ആശങ്ക നിങ്ങൾക്കുണ്ടോ? സാധ്യത ഇതിലെ പോയി കഴിഞ്ഞാൽ കടലിലേക്ക് പോവുക. ഇപ്പോൾ പൂർണ്ണമായിട്ടും ഈ ഒരു ഇത് മാറ്റിയിട്ടില്ലേ ഇവിടുന്ന് മാറ്റി? ഇതിൻ്റെ ഉള്ളിൽ ഇനിയും സാധനം സ്റ്റോക്ക് ഉണ്ട്. കാരണം ഗ്യാപ്പുള്ള സ്ഥലത്ത് ചെറിയ സ്ഥലങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിനുള്ളിൽ ഇനിയും സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അവിടെ ഒരു ബാഗിനുള്ളിൽ കൂടി ചെറുങ്ങനെ വരുന്നുണ്ട്. അത് വെള്ളമാണെന്ന് അവർ പറയുന്നത്. സേതു, ഇപ്പോൾ പ്രദേശവാസികളാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ തൊഴിലാളികൾ താമസിക്കുന്ന ഏരിയയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ആ ഏരിയയിലേക്ക് ഇത് പോകുന്നത്. ഇതിൻ്റെ മുന്നേ ഇതേപോലെ ഉണ്ടായിട്ടുണ്ട്, മത്സ്യങ്ങൾ ചത്തു പൊങ്ങിയിട്ടുണ്ട്. അന്നേരം ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ച സമയത്ത് ഇവരെ ഈ ഡ്രൈനേജ് വലിയൊരു ഹോൾട്ടുണ്ടായിരുന്നു, അത് ഞങ്ങളെല്ലാം കൂടി ജനങ്ങൾ പോയിട്ട് ബ്ലോക്ക് ചെയ്തിരുന്നു. അത് ചെയ്തതിന് ശേഷം ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവരെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്ന സമയത്താണ് വീണ്ടും അവർ ഇനി ഇത് ആവർത്തിക്കില്ല, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഈ ബ്ലോക്ക് ചെയ്ത സാധനങ്ങൾ വീണ്ടും തുറന്നിട്ട് ഉണ്ടാക്കി. അപ്പോൾ ഇതിന് മുന്നേ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വിഷയം ഈ ഇതിന്റെ ഡ്രൈനേജിൽ കൂടെ തന്നെ പോയിട്ട് പുഴകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ഇതേമാതിരി കുറേ മത്സ്യങ്ങളൊക്കെ ചത്തു പൊങ്ങിയതിന് ശേഷം ജനങ്ങളെല്ലാം കൂടി ഇറങ്ങിയിട്ട് ഇവിടുന്ന് ബ്ലോക്ക് ചെയ്താണ്, കംപ്ലീറ്റ് സിമെൻ്റൊക്കെ ഇട്ട് ബ്ലോക്ക് ചെയ്താണ്. അത് ചെയ്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവർ ഇപ്പം മെയിൻ്റനൻസ് വർക്ക് നടക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞാൽ വെച്ചാൽ സേഫ്റ്റിൻ്റെ ആവശ്യത്തിന് ടാങ്കുകൾ മുകളിൽ നിന്ന് കംപ്ലീറ്റ് മാറ്റിയിട്ട് അണ്ടർഗ്രൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. അത് ചെയ്യുന്ന സമയത്ത് ഇവരെ കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് ഈ ബ്ലോക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ഇവർ വീണ്ടും തിരിച്ച് ഇതേമാതിരി ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ അവിടെ ഓവർഫ്ലോ വരുന്ന മഴവെള്ളങ്ങൾ ഉണ്ടെങ്കിൽ കെട്ടിക്കിടക്കുന്ന മാത്രം പുറത്തേക്ക് ഒഴുകാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാണ് അവസ്ഥ. അതിലായിട്ട് വന്നിട്ടുള്ള വേറെ ഭാഗത്തുകൂടിയാണ് ഇപ്പോൾ വന്നത്. സേതു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രദേശവാസികളുടെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതായത് ഇതിനു മുൻപും ഇത്തരത്തിൽ ഇന്ധന ചോർച്ച അവിടെ ഉണ്ടായിട്ടുണ്ട്. അന്നും ഈ നാട്ടുകാർ അവരുടെ പരാതികൾ അറിയിച്ചിരുന്നു. ഇന്നലെ കിലോമീറ്ററുകളോളമാണ് ഈ ഡീസൽ ഒഴുകിയെത്തിയത്. HPCLന്റെ ഭാഗത്ത് നിന്ന് അധികൃതർ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകുന്നുണ്ടോ?
സേതു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ HPCLന്റെ ഭാഗത്ത് നിന്ന് അധികൃതർ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങളൊന്നും നൽകിയിട്ടില്ല. അവർ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് സംയുക്ത പരിശോധന നടക്കും. അതായത് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് തുടങ്ങിയ സംവിധാനങ്ങളുടെ പരിശോധന ഇവിടെ ഉണ്ടാകും. കൂടാതെ തന്നെ ഇതിൻ്റെ സംഭരണ കേന്ദ്രത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധ പരിശോധനയും ഇന്ന് ഉണ്ടാവും എന്നുള്ളത് ഇന്നലെയൊക്കെ സംസാരിച്ചവർ നമ്മളോട് പറഞ്ഞത് ഈ ജനവാസ മേഖലയിൽ ഈ HPCL പ്രവർത്തിക്കുന്നത് പോലും ചോദ്യം ചെയ്യപ്പെടണമെന്നാണ്. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടോ? തീർച്ചയായും ഇപ്പോൾ നമ്മൾ ഈ പ്രദേശവാസികളോട് സംസാരിക്കുമ്പോഴും അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആദ്യമായിട്ടല്ല ഇത്തരത്തിലൊരു ഡീസൽ ചോർച്ച, ഇന്ധന ചോർച്ച ഇവിടെ ഉണ്ടാകുന്നത്. ഇതിനു മുന്നും ഉണ്ടായിട്ടുണ്ട്. ഇന്നലെയും ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ പ്രദേശവാസികളാണ് ആദ്യഘട്ടത്തിൽ ഇത് തിരിച്ചറിയുന്നത്. ഇത്തരത്തിൽ ഇവിടെ ഡീസൽ ഒഴുകിയിട്ടുണ്ടെന്നുള്ള, അത് ഇവിടെ HPCLന്റെ അധികൃതരോ മറ്റോ അറിഞ്ഞിരുന്നില്ല. ഇവരാണ് ആദ്യഘട്ടത്തിൽ ഇത് അറിയുന്നതും ഇതുമായി ബന്ധപ്പെട്ട് വിഷയം റിപ്പോർട്ട് ചെയ്യുന്നതും. അങ്ങനെയാണ് ഇന്നലെയും ഈ ഒരു വിഷയം ഉണ്ടാകുന്നത്. നിലവിൽ ഏകദേശം പ്രദേശവാസികൾ നമ്മളോട് പറയുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാൻ കഴിയുന്നത് 12 ബാരലുകളിലായിട്ട് ചോർന്ന ഇന്ധനം ഇവിടുന്ന് എടുത്തുമാറ്റം കഴിഞ്ഞുവെന്ന് അധികൃതർ പറയുമ്പോഴും അതിലധികം ഉണ്ടെന്നാണ് പ്രദേശവാസികൾ നമ്മോട് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളും ഓടയിലുള്ള ഡീസൽ ഇപ്പോൾ ഇവിടുന്ന് എടുത്തു മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സേതു കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിദഗ്ധ പരിശോധനയും ഉണ്ടാകും. ശരി രമ്യ, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് എലത്തൂരിലെ HPCL സംഭരണ കേന്ദ്രത്തിൽ നിന്ന് ജനവാസ മേഖലയിലെ ഓടകളിലേക്ക് ഡീസൽ ഒഴുകിയെത്തിയത്. രാത്രി വൈകിയും അവിടെ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ തകരാർ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. അപ്പോൾ ഈ തകരാറൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. ഓടയിൽ നിന്ന് ഇപ്പോഴും ആ ഇന്ധനം മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒപ്പം തന്നെ ഇന്ന് മേഖലയിൽ സംയുക്ത പരിശോധന നടക്കുന്നുണ്ട്. രമ്യ ദാസാണ് വിവരങ്ങൾ നൽകി. നമ്മൾ ഈ പറയുന്ന പോലെ ഒഴുകി വരുന്നത് വെള്ളമല്ല, ഡീസലാണ്. ജനവാസ മേഖലയാണ്, ജനസാന്ദ്രതയേറിയ മേഖലയാണ്. ചെറിയൊരു തീപ്പൊരി മതി എന്തെങ്കിലുമൊക്കെ ഒരു അത്യാഹിതം സംഭവിക്കാൻ. അതിനൊപ്പം മറ്റൊരു വലിയ വിഷയം എന്ന് പറയുന്നത് ഇതെല്ലാം ഒഴുകി ജലാശയങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. ജലാശയങ്ങളിൽ നിന്ന് നേരെ കടലിലേക്ക് പോകുമെന്നുള്ളതാണ്. അവിടെയുള്ള ജീവജാലങ്ങളെയും ജൈവ വൈവിധ്യമൊക്കെ തകരാനും ഇത് കാരണമാകും. വലിയ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ് ഇന്നലെ നടന്നത്. ഇതിനു മുൻപും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പ്രദേശവാസികളുടെ വാക്കിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇനി സംയുക്ത പരിശോധനയ്ക്ക് വേണ്ടി എന്താണ് സമിതിയുടെ കണ്ടെത്തലെന്ന് നോക്കാം. ജനവാസ മേഖലയിൽ ഈ HPCL പ്രവർത്തിക്കുന്നതടക്കം ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇന്നൊരു പക്ഷേ ഒരു തീരുമാനമായേക്കും. കുറച്ച് നാൾ പൂട്ടിയിട്ടിരുന്നതാണ്, പിന്നീടാണത് തുറന്ന് വീണ്ടും പ്രവർത്തനമൊക്കെ ആരംഭിച്ചത്. ശരി, അപ്പം ഇനി ഈ സംയുക്ത സമിതിയൊക്കെ വരുന്ന മുറയ്ക്ക് വീണ്ടും ഈ വിഷയത്തിലേക്ക്, കാരണം ഇത് വലിയ സംഭവമാണ്. അപ്പോൾ ഇപ്പോഴും ആ ഓടയിലേക്ക് വന്ന ഇന്ധനം നീക്കുന്ന പ്രവർത്തികളൊക്കെ അവിടെ പുരോഗമിക്കുന്നതേ ഉള്ളൂ.